ഓട്ടോ സൈഡിൽ ഒതുക്കി തണൽ മരത്തിൻ്റെ ചുവട്ടിലെ ബെഞ്ചിൽ അവർ ഇരുന്നു. ലക്ഷ്മി അവനെ സൂക്ഷിച്ചു നോക്കി. തന്നോട് പിണങ്ങി നടക്കുന്നൊരു സങ്കടവും അവനില്ല. അവൻ മുൻപ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും. ഇത്ര വേഗം വായിച്ചു തീർക്കാനുള്ള ഒരു പുസ്തകം മാത്രമായിരുന്നു അവന് താന്. രാഹുൽ, എന്താ നിനക്ക് പറയാനുള്ളത്? തങ്ങൾക്കിടയിൽ തിങ്ങി നിന്ന മൗനത്തിന് വിരാമമിട്ടുകൊണ്ട് അവൾ ചോദിച്ചു. ലക്ഷ്മി, സോറി, അന്ന് നിന്നെ ഒത്തിരി എന്തൊക്കെയോ പറഞ്ഞു. അത് സാരമില്ല, ഞാൻ നിന്നെയും പറഞ്ഞില്ലേ. നീ ഇന്ന് ഒത്തിരി തവണ ഫോൺ വിളിച്ചുവല്ലേ. വൈകിട്ട് ഇങ്ങനെ കാണാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞേ. എന്തിനാ വിളിച്ചത്? ഇന്ന് രാവിലെ കേട്ട സന്തോഷ വാർത്ത പറയാൻ. പക്ഷെ നീ ഫോൺ എടുക്കാത്തത് നന്നായി. എന്താ അതത്ര സന്തോഷ വാർത്ത? അവൻ്റെ ആ അഭിരാമിൻ്റെ കല്യാണം ഉറപ്പിച്ചു എന്ന്. ആണോ? നീ എങ്ങനെ അറിഞ്ഞു? എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു. പക്ഷെ അവൻ സമ്മതിക്കില്ല. എനിക്കറിയില്ല രാഹുൽ, അവൻ എന്താണ് എന്നോടുള്ളതെന്ന്. പ്രേമമാണോ കാമമാണോ അതോ എന്നെ ആ കാൽ ചുവട്ടിൽ കൊണ്ടിട്ട് ചവിട്ടി താഴ്ത്താനുള്ള പകയോ? എനിക്കെന്ത് ചെയ്യണമെന്നറിയില്ല. ഇതൊന്നുമല്ല ലക്ഷ്മി, അഭിറാം നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. അവൻ്റെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അന്നെന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ കണ്ടതാ നിന്നോടുള്ള സ്നേഹം. നിനക്ക് നാണമില്ലേ രാഹുൽ എന്നോട് ഇങ്ങനെയൊക്കെ എന്നോട് പറയാൻ? സത്യം പറയാൻ എന്തിനു നാണിക്കണം? അവൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. എന്നെപ്പോലെ അല്ല, എന്നേക്കാളേറെ. മതി രാഹുൽ, നീ അവനെ പേടിച്ചാണോ ഇപ്പം ഇങ്ങനെ പറയുന്നേ? പേടിയില്ല എന്ന് പറഞ്ഞ കള്ളമാവും. ഇപ്പോൾ ഡ്രൈവിങ്ങിനിടെ ഏത് വണ്ടി നേരെ വന്നാലും ഭയമാണ്. അഭിറാം എനിക്ക് മരണം വിധിച്ചത് എങ്ങനെയെന്നറിയില്ലല്ലോ. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് നിന്നെ പറ്റിയാണ്. നിനക്കെൻ്റെ ഒപ്പമുള്ള ജീവിതം ദുരിതത്തിൽ നിന്നും വീണ്ടും ദുരിതത്തിലേക്കാണ്. ഇപ്പോൾ തന്നെ എൻ്റെ ജീവിതം ഞാനിന്മേൽ കല്ലിയാണ്. രോഹിണിയുടെ പഠിത്തം, കല്യാണം, ഇതൊന്നും കഴിയാതെ എനിക്ക് നിന്നെ കൂടെ കൂട്ടാൻ പറ്റില്ല. ഇതൊക്കെ എനിക്കറിയാവുന്നതല്ലേ രാഹുൽ. നീ നിൻ്റെ കടമെല്ലാം ചെയ്തു തീർക്കുന്നതുവരെ ഞാൻ കാത്തിരിക്കാം, എത്ര വർഷം വേണേലും. പക്ഷേ അതുവരെ എൻ്റെ ജീവന് ഒരു ഉറപ്പുമില്ല ലക്ഷ്മി. അഭിറാം, അവനാണ് നമ്മുടെ ശത്രു. എനിക്ക് വേണ്ടി നീ കല്യാണത്തിന്. മതി രാഹുൽ, എനിക്ക് നിന്നോടിപ്പോൾ തോന്നുന്ന വികാരം പുച്ഛമാണ്. ഒരു പെൺകുട്ടിക്കും എന്നെ പോലെ ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. ചേർത്ത് നിർത്തി ഞാനുണ്ട് കൂടെ എന്ന് പറയേണ്ടതിന് പകരം നിന്റെ ജീവൻ എൻ്റെ ആവശ്യമാണ്. ഞാൻ കാരണം നിനക്കൊന്നും പറ്റില്ല. ഞാൻ എന്താ വേണ്ടത്? അഭിമന്യു താലി കെട്ടാൻ കഴുത്ത് നീട്ടി കൊടുക്കണോ? നിനക്ക് വേണ്ടി ഞാൻ അതിനും തയ്യാറാണ്. ലക്ഷ്മി, സോറി എൻ്റെ അവസ്ഥ. എനിക്കറിയാം രാഹുൽ, നീ എന്നിൽ നിന്ന് ഒത്തിരിയാകുന്നു. എത്ര പെട്ടെന്നാണ് ലച്ചുവിൽ നിന്ന് ലക്ഷ്മി ആയത്. ഇനി നമ്മൾ എത്ര ശ്രമിച്ചാലും നിന്റെ മനസ്സിൽ നിന്ന് അഭിറാം എന്ന പേടി മാറില്ല. കൂടുതൽ പറഞ്ഞിട്ട് എന്ത് കാര്യം രാഹുൽ? ഇനിയും താമസിച്ച ചെറിയമ്മന്ന് ഓടിക്കും. നീ കയറിക്കേ, ഞാൻ കാരണം നീ വഴക്ക് കേൾക്കണ്ട, വീട്ടിൽ വിടാം. രാഹുൽ വണ്ടി സ്റ്റാർട്ടാക്കി പുറകോട്ടെടുത്തതും കുറച്ച് മാറിയായി നിർത്തിയ ടാറ്റ സുമോ സ്പീഡിൽ ഓട്ടോയിൽ ഇടിച്ചതും ഒന്നിച്ചായിരുന്നു. ആളുകൾ ഓടിക്കൂടിയതും ഇടിച്ച വണ്ടി നിർത്താതെ പോയി. 100-ൽ 100 സ്പീഡ് വരുമ്പോഴായിരുന്നു അഭി വണ്ടിക്ക് മുന്നിൽ ഒരാൾക്കൂട്ടം കണ്ടത്. ഒത്തിരി തവണ ഹോണടിച്ചിട്ടും അവർ മാറാൻ തയ്യാറായില്ല. എൻ്റെ സഞ്ജു, ആരോടെങ്കിലും ഒന്ന് ചോദിക്ക് എന്തു പറ്റിയെന്ന്. അല്ല ഇവരോട് മാറി തരാൻ പറ. ഒരാവശ്യത്തിന് പോകുമ്പോൾ കാറിൽ ഇരുന്നിട്ട് കാര്യമില്ല അഭി, വാ നമുക്കിറങ്ങി നോക്കാം. അവരിറങ്ങി അടുത്ത് കണ്ട ആളോട് കാര്യം തിരക്കി. അതൊരു ഓട്ടോ ആക്സിഡൻ്റ് ആയതാ, ഇടിച്ചിട്ട് വണ്ടി നിർത്തിയില്ല. എന്നിട്ട് യാത്രക്കാരുണ്ടായിരുന്നു, അവരെ ഹോസ്പിറ്റൽ കൊണ്ടുപോയോ? യാത്രക്കാർ ഒരാളെ ഉണ്ടായുള്ളൂ. ആ കുട്ടി തെറിച്ചു വീണു. ഓട്ടോ മരത്തിലിടിച്ചത് കൊണ്ട് ഡ്രൈവർക്ക് സീരിയസ് ആവും. 5 മിനിറ്റ് ആയുള്ളൂ. ഹോസ്പിറ്റൽ കൊണ്ടുപോവാൻ ആംബുലൻസ് വിളിച്ചു. പെട്ടെന്ന് അബിയുടെ ഫോൺ റിങ് ചെയ്തു. സഞ്ജു ബാഗിൽ നിന്ന് 1 മിനിറ്റ് എന്ന് പറഞ്ഞവൻ ഫോണുമായി ഒച്ചയിൽ നിന്ന് മുന്നോട്ട് നീങ്ങി. ചോരയിൽ കുതിർന്ന ബാഗിൽ എന്തോ തിരയുന്ന 2 പേരെ കണ്ട് സഞ്ജു അങ്ങോട്ട് ചെന്നു. എന്താ ചേട്ടാ നോക്കുന്നേ? ആക്സിഡൻ്റ് ആയ ആ കുട്ടിയുടെ ബാഗാണ് മോനെ. വീട്ടിൽ വിളിച്ചു പറയാൻ ഫോണുണ്ടോയെന്ന് നോക്കുക. ബാഗിലേക്കൊന്ന് നോക്കിയതും സഞ്ജു തിരിച്ചുപോയി. ഇതുപോലെ ഒരു ബാഗല്ലേ ലക്ഷ്മിയുടെ കയ്യിൽ? ആൾക്കൂട്ടത്തെ തള്ളി മാറ്റി മുന്നോട്ട് ചെന്ന സഞ്ജുവിൻ്റെ കണ്ണിനെ ആ കാഴ്ച കണ്ണീരുകൊണ്ട് മറച്ചു. തലപൊട്ടി ചോരയിൽ കുതിർന്ന ലക്ഷ്മി നടുറോഡിൽ. തിരിഞ്ഞു നോക്കിയപ്പോൾ താൻ നിൽക്കുന്നിടത്തേക്ക് നടന്നെടുക്കുന്ന അബിയെ സഞ്ജു ദയനീയമായി നോക്കി. എന്താടാ സഞ്ജു, നിന്റെ മുഖം വല്ലാതെ, നീ കരഞ്ഞോ? എന്തു പറ്റി? അത് അബി. എന്താ നീ കാര്യം പറയടാ. അവിടെ ഇപ്പോൾ രാഹുലിൻ്റെ ഓട്ടോ. ബാക്കി കേൾക്കാൻ നിൽക്കാതെ അബി അങ്ങോട്ട് ഓടി. ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി അവിടെ കണ്ട കാഴ്ച
ഒരു നിമിഷം കൊണ്ട് അവൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി. തൻ്റെ ഹൃദയം നിലച്ച് അവൻ താഴേക്ക് വീണു പോകുമെന്ന് അവന് തോന്നി. ഒരാശ്രയത്തിന് അവൻ സഞ്ജുവിൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. സഞ്ജു, എൻ്റെ ലച്ചു. പെട്ടെന്ന് സഞ്ജുവിൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ടവൻ ഓടി അവളുടെ അടുത്തിരുന്നു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന അവളുടെ തലയെടുത്ത് മടിയിൽ വെച്ചു. മോളെ ലച്ചു, കണ്ണു തുറക്ക് പ്ലീസ്. നിനക്കറിയില്ലേ, നീ ഇല്ലാതെ ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ ജീവിക്കാൻ എനിക്കാവില്ല. അബി കവിളിൽ തട്ടി ഒത്തിരി വിളിച്ചിട്ടും ലക്ഷ്മി കണ്ണു തുറന്നില്ല. സഞ്ജു നടന്നു വന്ന അബിയുടെ തോളിൽ കൈവച്ചു. സഞ്ജു, ലച്ചുവിനോടൊന്ന് കണ്ണു തുറക്കാൻ പറ. എന്നോടുള്ള ദേഷ്യത്തിലാവും കണ്ണു തുറക്കാതെ. നീ ഒന്ന് വിളിച്ചു നോക്ക് പ്ലീസ് സഞ്ജു. അവളെ മടിയിൽ വെച്ച് കൊച്ചു കുഞ്ഞിനെ പോലെ കരയുന്ന അബിയെ കണ്ട് സഞ്ജുവിൻ്റെ മനസ്സ് തേങ്ങി. അബി പിന്നെയും പിന്നെയും ഒരു ഭ്രാന്തനെ പോലെ അവളെ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു. ലച്ചു, ഒരു തവണ കണ്ണൊന്ന് തുറക്ക് പ്ലീസ്. കവളിലെ തുടരെ തുടരെ തട്ടിൽ ലക്ഷ്മി അവളുടെ കണ്ണുകൾ വലിച്ചു തുറന്നു. ചോര പുരണ്ട മുഖവും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അവളെ നോക്കുന്ന അബിയെ കണ്ടു. ലക്ഷ്മി കണ്ണു തുറന്ന് അവനെ നോക്കിയതും സന്തോഷം കൊണ്ട് അബി അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തുടരെ തുടരെ ചോര പുരണ്ട അവളുടെ മൂർത്താവിൽ ചുംബിച്ചുകൊണ്ടിരുന്നു. അബി റോഡിൽ ഇങ്ങനെ ഇരുന്ന് മതിയോ? നമുക്ക് ലക്ഷ്മിയിൽ ഹോസ്പിറ്റൽ കൊണ്ടുപോവണ്ടേ? വേണ്ട, എൻ്റെ ലച്ചുവിനൊരു കുഴപ്പമില്ല സഞ്ജു. അവൾ കണ്ണു തുറന്ന് നീ കണ്ടില്ലേ? അബി ഭ്രാന്ത് പറയാതെ. അവളെയും കൊണ്ട് എണീറ്റേ. ഇവിടെ കിടക്കുന്ന ഓരോ നിമിഷവും അവളുടെ ജീവന ആപത്താണ്. വാ, കാറിന് അവിടം വരെ കൊണ്ടുപോകാൻ ഞാൻ സഹായിക്കാം. സഞ്ജു അവളെ എടുത്തു പൊക്കാനായി കാലിൻ്റെ അങ്ങോട്ട് ചെന്നതും അബി കൊച്ചു കുഞ്ഞിനെ പോലെ അവളെ എടുത്തുയർത്തി. അബി, ഞാൻ കൂടെ പിടിക്കാം. വേണ്ട, നീ എൻ്റെ ലച്ചുവിനെ താഴെയിടും, ഞാനെടുത്തോളാം. അത് പറഞ്ഞവൻ അവളെയും കൊണ്ട് ചാടി എണീറ്റ് കാറിൻ്റെ അടുത്തേക്ക് നടന്നു. സഞ്ജു ഓടിച്ചെന്ന് കാറ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ അവിടെ കീ കണ്ടില്ല. അബി, കാറിൻ്റെ ചാവി എന്തിയേ? ചാവി എന്തോ മറന്ന കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ കീയുള്ള സ്ഥലം ഓർത്തെടുക്കാൻ ശ്രമിച്ചു. പോക്കറ്റിലുണ്ട്, പക്ഷേ ഏത് പോക്കറ്റെന്ന് അറിയില്ല. സഞ്ജുടൻ അബിയുടെ ഷർട്ട് പോക്കറ്റ് നോക്കാൻ ശ്രമിച്ചപ്പോൾ പോക്കറ്റ് മറച്ചുകൊണ്ട് ലക്ഷ്മിയുടെ മുഖം കിടന്നു. അവൻ പതിയെ അവളുടെ മുഖം കൈകൊണ്ട് നീക്കി. സഞ്ജു പതിയെ എൻ്റെ ലച്ചുവിന് വേദന എടുക്കും. ഷർട്ടിൻ്റെ പോക്കറ്റിൽ കാണാത്തത് കൊണ്ട് അവൻ ജീൻസിൻ്റെ പോക്കറ്റിൽ തിരഞ്ഞു. കീ കിട്ടിയതും അവൻ ബാക്കിലെ ഡോറ് തുറന്നു കൊടുത്തു. അബി കൊച്ചു കുഞ്ഞിനെ പോലെ ലക്ഷ്മിയെയും കൊണ്ട് കാറിൽ കയറി. സഞ്ജു വണ്ടി സ്റ്റാർട്ടാക്കി അടുത്ത കണ്ട ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കുന്ന അമ്മയെ പോലെ ലക്ഷ്മിയെ തൻ്റെ നെഞ്ചോര് ചേർത്ത് പിടിച്ചു വെച്ച് ചുണ്ടനക്കുന്ന അബിയേക്കാണ് കണ്ടത്. ആ കാഴ്ച കാണുന്തോറും സഞ്ജു ഒരു കൈകൊണ്ട് അവൻ്റെ കണ്ണുനീര് തുടച്ചു. ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ഓരോ ഇടത്തും ജയിച്ചുകൊണ്ടിരുന്ന അഭിറാം വർമ്മ ഇപ്പം മനസ്സും ശരീരവും തളർന്നു. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ. ആ കാഴ്ച കാണുവാൻ സഞ്ജുവിൻ്റെ മനസ്സ് ശക്തി ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിലെത്തി ലക്ഷ്മിയെ സ്ട്രെച്ചറിൽ കിടത്താൻ സഞ്ജു ശ്രമിക്കും തോറും അബി അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നു. അവനിൽ നിന്ന് ഒരുവിധം അവളെ വലിച്ചു പറിച്ചവൻ സ്ട്രെച്ചറിലേക്ക് കിടത്തി. അവളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയപ്പോൾ അബി സഞ്ജുവിൻ്റെ കോളലിൽ കുത്തിപ്പിടിച്ചു. നീ എന്തിനാ അവളെ എന്നിൽ നിന്ന് തട്ടിപ്പറച്ചേ? പറയാൻ. അബി തൻ്റെ രണ്ട് കൈ കൊണ്ടും സഞ്ജുവിൻ്റെ നെഞ്ചിൽ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. അബി, നീ എന്തൊക്കെയായി ചെയ്യുന്നത് എന്ന് നിനക്ക് വല്ല ബോധവും ഉണ്ടോ? സഞ്ജു പറഞ്ഞതൊന്നും കേൾക്കാതെ അബി വീണ്ടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് സഞ്ജുവിൻ്റെ നെഞ്ചിൽ ശക്തിയായി അടിച്ചു. മുഖമടിച്ചൊരടി കൊണ്ടതും കവിൾ പൊത്തി പിടിച്ച് അബി സഞ്ജുവിനെ നോക്കി. നിനക്കെന്ത് ഭ്രാന്തായോ? അബി, കാണുന്നതിനും കേൾക്കുന്നതിനും ഒരു പരിധിയുണ്ട്. അടി കൊണ്ട് കവിൾ പൊത്തി പിടിച്ചുകൊണ്ട് അബി അവിടെ കണ്ട കസേരയിലിരുന്നു. പെട്ടെന്ന് സഞ്ജു ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. സോറി അബി, നിന്റെ ഈ അവസ്ഥ കാണാൻ എനിക്ക് വയ്യടാ. നീ വേണേൽ എന്നെ തിരിച്ചടിച്ചോ എന്ന് പറഞ്ഞ് അബിയുടെ കൈ കൂട്ടിപ്പിടിച്ച് തൻ്റെ കവിളിൽ അടിച്ചു. അബി എണീറ്റ് സഞ്ജുവിനെ കെട്ടിപ്പിടിച്ചു. സോറി സഞ്ജു, ലക്ഷ്മി ആ അവസ്ഥയിൽ കണ്ടപ്പോൾ എനിക്കെൻ്റെ മനസ്സ് നിയന്ത്രിക്കാനായില്ല. ഒരു നിമിഷം എനിക്കറിയാം ഞാൻ നിന്നെ ഒത്തിരി വേദനിപ്പിച്ചു. അബിയുടെ കണ്ണുനീരിൽ സഞ്ജുവിൻ്റെ ഷർട്ട് കുതിർന്നു. അയ്യേ, ബിസിനസ് കിങ് അഭിറാം വർമ്മ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കരയുന്നു. നാണക്കേട്, മീഡിയ കാണണ്ട, പിന്നെ തീർന്നു. സഞ്ജു, ലക്ഷ്മി, അവൾക്കൊന്നും സംഭവിക്കില്ല, നീ പേടിക്കാതെ. ഒന്നുകൂടെ സോറി സഞ്ജു. അബി വീണ്ടും സഞ്ജുവിനെ കെട്ടിപ്പിടിച്ചു. അബി അവനോട് ചേർന്ന് നിന്നപ്പോൾ സഞ്ജുവും കരഞ്ഞു തുടങ്ങിയിരുന്നു. പറ സൂര്യ, നീ സേഫാണോ? അവൾ ആ ലക്ഷ്മി തീർന്നു. തന്ന ക്യാഷ് എണ്ണി നോക്കിയോ? ക്യാഷ് കിട്ടി, നിന്നെ വിശ്വാസമാണ്. അതുകൊണ്ട് എത്ര ഉണ്ടെന്ന് നോക്കിയില്ല. ലക്ഷ്മി തീർന്നില്ല, ഉടൻ തീരും. പക്ഷെ ഗിരി പറഞ്ഞ ആ അഭിറാമാണ് അവളെ ഹോസ്പിറ്റൽ കൊണ്ടുപോയതെന്ന്.
അത് പറഞ്ഞില്ലല്ലോ സൂര്യ. അവൻ്റെ ആ ഇരിപ്പൊന്ന് കാണണമായിരുന്നു. നടു റോഡിൽ അവളെ മടിയിൽ വെച്ച് ഒരു ഭ്രാന്തനെ പോലെ. അതൊക്കെ പോട്ടെ, ആ ഗിരി എവിടെ? അവൻ പുറത്തോട്ട് പോയി. ഡാ, അവനെ ആ അഭിറാമിൻ്റെ കയ്യിൽ കിട്ടിയാൽ തീർന്നു. എൻ്റെ സൂര്യ, അഭിറാം അവൻ വീണ്. അവൻ്റെ ആ ഇരിപ്പ് കണ്ടാൽ അറിയാം. അത് നിനക്ക് അവനെ അറിയാത്തതുകൊണ്ടാ. ലക്ഷ്മിയുടെ ആക്സിഡൻറ്റ് അവനെ ഒന്ന് തളർത്തി കാണും. പക്ഷേ അവൻ വീഴില്ല. ഒടുക്കത്തെ മനക്കട്ടിയ. നീ വേണം സൂക്ഷിക്കാൻ. നീ ഇതിലുണ്ടെന്ന് അവൻ അറിയരുത്. ഇല്ല സൂര്യ. അപ്പോൾ ഓക്കെ, നാളെ ഗോഡൗണിൽ നേരിൽ കാണാം. ഫോൺ കട്ട് ചെയ്ത് അവൻ തൻ്റെ മുന്നിലെ പെട്ടി തുറന്ന് കയ്യിൽ കിട്ടിയ ലക്ഷ്യങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഡാബി, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഇവിടെ വന്നിരിക്കുക. ഐസുവിൻ്റെ മുന്നിൽ കൂടി അബിയുടെ നടത്തം കണ്ട് സഞ്ജുവിന് ദേഷ്യം വന്നു. സഞ്ജു, എനിക്കാകെ ടെൻഷൻ, ഒരു സമാധാനവുമില്ല. എൻ്റെ അബി, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കുമോ? എന്താ സഞ്ജു? നീ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷായിട്ട് വാ. ഞാൻ അത്രയും നേരം ഇവിടെ ഇരിക്കാം. നിൻ്റെ ഒരു കോലം കണ്ടിട്ട് സങ്കടം വരുന്നു. വേണ്ട സഞ്ജു, നിനക്ക് വീട്ടിൽ പോകണമെങ്കിൽ പോയിട്ട് വാ. ഡാ, അതല്ല അബി, അങ്കിൾ ഇന്ന് വീട്ടിലില്ലേ? നീ എവിടെയെന്ന് ചോദിച്ചാ അത് അമ്മ എന്തേലും പറയും. നീ ആമയോടും ഹോസ്പിറ്റലാണെന്ന് പറയണ്ട. നീ ഇതുവരെ ലക്ഷ്മിയുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞില്ലേ? ആരും വന്നില്ലല്ലോ. ഞാൻ വിളിച്ചു. ലക്ഷ്മിയുടെ ചെറിയമ്മയാണ് ഫോൺ എടുത്തത്. അവരുടെ വായിലിരിക്കുന്ന മുഴുവൻ ഞാൻ കേട്ടു. എന്തിന്? വല്ല സർക്കാർ ഹോസ്പിറ്റൽ കൊണ്ടിടാനുള്ളതിന് പകരം ഇവിടെ കൊണ്ടിട്ടാൽ ബില്ലടക്കാൻ അവർക്ക് വയ്യെന്ന്. കൊണ്ടുവന്നവർ തന്നെ പൈസയും മുടക്കാൻ. പിന്നെന്തൊക്കെയോ പറഞ്ഞു. സഞ്ജു, നീ അവരെ വിളിച്ചു പറ, ഒരാളുടെയും സഹായം അവൾക്ക് വേണ്ടെന്ന്. അവളുടെ ജീവന് വേണ്ടി എത്ര പൈസ മുടക്കേണ്ടി വന്നാലും ഞാൻ ചിലവ് നോക്കിക്കോളാം. അതിനെത്ര ലക്ഷമാണെങ്കിലും കൂടിയാണെങ്കിലും. ഐസുവിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് ഡോക്ടർ വരുന്നത് കണ്ട് അബി പെട്ടെന്ന് എണീറ്റ് അങ്ങോട്ട് ചെന്നു. ഡോക്ടർ, ലക്ഷ്മിക്ക് പേടിക്കാനൊന്നുമില്ല, ബോധം വന്നു. പിന്നെ ആക്സിഡൻ്റ് അല്ലേ, അപ്പോൾ പുള്ളിക്കാരി ഒന്ന് ഷോക്കായി. പിന്നെ തലയുടെ പുറകിൽ നല്ലൊരു മുറിവുണ്ട്. വീണപ്പോൾ പറ്റിയതാവും. എന്തായാലും തലയുടെ സ്കാനിങ് എടുത്തിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫോർമാലിറ്റി, അത്രയേ ഉള്ളൂ. 2 മണിക്കൂർ കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും. പിന്നെ നിങ്ങളിൽ ആരാ രാഹുൽ? ബോധം വന്നപ്പോൾ തൊട്ട് രാഹുലിനെ കാണണമെന്ന് പറയുന്നുണ്ട്. ആരാന്ന് വെച്ചാൽ കയറി കണ്ടോളൂ. താങ്ക്സ് ഡോക്ടർ. ചെല്ലു അബി, കയറി കണ്ടിട്ടു വാ. നിനക്ക് കുറച്ച് സമാധാനം കിട്ടട്ടെ. അബി ചെന്നപ്പോൾ ലക്ഷ്മി കണ്ണടച്ച് കിടക്കുന്നതാണ് കണ്ടത്. അവളുടെ തലയിലെ മുറിവും കിടപ്പും കണ്ടപ്പോൾ അവൻ അതിയായി സങ്കടം തോന്നി. എന്നിരുന്നാലും അവൾക്കിതിൽ കൂടുതലൊന്നും പറ്റില്ല എന്ന് കരുതി സന്തോഷവും തോന്നി. അബി അവളുടെ കട്ടിലിൻ്റെ അരികിലെ ചെയറിലിരുന്നു. ലച്ചു. അബിയുടെ വിളി കേട്ടതും ലക്ഷ്മി കണ്ണുകൾ തുറന്നു. അവനെ കണ്ടതും അവൾ ദേഷ്യത്തോടെ തല വെട്ടിച്ചു. ലച്ചു, നിനക്ക് നല്ല തലവേദനയുണ്ടോ? തൻ്റെ തലയിൽ തലോടാനായി വന്ന അബിയുടെ കൈകൾ അവൾ ദേഷ്യത്തിൽ തട്ടിമാറ്റി. നിങ്ങളോട് ആരാ എന്നെ കാണാൻ വരാൻ പറഞ്ഞത്? നിങ്ങളാണോ രാഹുൽ? അവനെ വിളിക്ക്, എനിക്ക് അവനെ കണ്ടാൽ മതി. അവൾ പറഞ്ഞതൊന്നും കേൾക്കാതെ ലക്ഷ്മിയെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു അബി. അഭിറാം, നിങ്ങൾക്ക് ചെവി കേൾക്കില്ലേ? രാഹുൽ എവിടെയെന്ന്? അവനെയാണ് എനിക്ക് കാണേണ്ടത്. വിളിക്കവനെ. മതിയടി, നിർത്ത്. നിന്റെ ഒരു രാഹുൽ. കുറച്ച് മണിക്കൂറായി ഞാനിവിടെ തീ തിന്നോണ്ടിരിക്കുന്നേ. നിനക്കൊന്നും പറ്റിയില്ലെന്ന് കേട്ടപ്പോഴാണ് സമാധാനമായത്. അന്നേരമാണ് നിന്റെ രാഹുൽ. അവൻ ചത്തു. നിന്റെ ബോധം വന്നിട്ട് അടക്കാമെന്ന് കരുതി. എന്താ, മതിയോ? അഭിറാം, മതി, നിർത്ത്. അവനൊന്നും സംഭവിച്ചിട്ടില്ല, എനിക്കറിയാം. നിങ്ങൾക്ക് നാണോ ഇല്ലേ ഇങ്ങനെ എൻ്റെ മുന്നിൽ വന്ന് നുണ പറയാൻ? അവൻ വെളിയിൽ കാണും, അവനെ വിളിക്ക്. എനിക്ക് നിന്നോടെന്നല്ല ആരോടും കള്ളം പറയേണ്ട ആവശ്യമില്ല. രാഹുൽ, അവൻ ഇവിടെയില്ല, വെളിയിൽ. എൻ്റെ ഫ്രണ്ട് സഞ്ജു മാത്രം. ഞങ്ങൾ രണ്ടാളും ചേർന്ന് നിന്നെ ഇവിടെ കൊണ്ടുവന്നു. രാഹുൽ എവിടെയെന്ന് ഞങ്ങൾക്കറിയില്ല. അഭിറാം, വീണ്ടും വീണ്ടും കള്ള പറഞ്ഞ് സത്യമാക്കാൻ നോക്കരുത്. നിങ്ങൾ പ്ലാൻ ചെയ്ത ആക്സിഡൻറ്റിൽ അവനൊന്നും പറ്റിയില്ല എന്ന് കണ്ടപ്പോൾ നിങ്ങളെന്താ അവന് ചെയ്തത്? കൊന്നോ? അതോ അവൻ എന്തേലും പറ്റിയ നോക്കിക്കോ. അഭിറാം, നിങ്ങളെ ഞാൻ ജീവനോടെ വിടില്ല. അബി പോലും പ്രതീക്ഷിക്കാതെ ലക്ഷ്മി ബെഡിൽ നിന്ന് ചാടി എണീറ്റ് അബിയുടെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു.